Hi friends. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസസുമായിട്ട് ബന്ധപ്പെട്ട അതായത് സമാന്തര ശ്രേണികളായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് ചെയ്തു പോവുകയാണ്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എന്താണ് ഒരു അരിത്തമാറ്റിക് സീക്വൻസ്, എന്താണ് സാധാരണ നമ്പർ സീക്വൻസും അരിത്തമാറ്റിക് സീക്വൻസും തമ്മിലുള്ള ഡിഫറൻസ്, അരിത്തമാറ്റിക് സീക്വൻസ് എടുക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആയ കോമൺ ഡിഫറൻസ്, ഫസ്റ്റ് ടേം, ഇതൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. ഇനി ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാണ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Check whether each of the sequences given below is an arithmetic sequence. Give reasons for the arithmetic sequences. Write the common differences also. അപ്പോൾ നിങ്ങളോട് ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സീക്വൻസസ് തന്നിട്ടുണ്ട്. ആ സീക്വൻസസ് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതായത് സമാന്തര ശ്രേണി ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ അതിന് റീസൺ എഴുതണം, അതിന് കാരണം എഴുതണം. ദെൻ പിന്നെ എന്താ, അരിത്തമാറ്റിക് സീക്വൻസസ് ആണെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് നിങ്ങളോട് എഴുതാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സീക്വൻസും എഴുതിയിട്ട് അത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ അല്ലെങ്കിൽ റീസൺ എഴുതാം, പിന്നെ ആണെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. എന്തൊരു സീക്വൻസ് ആണ് നിങ്ങളോട് എഴുതാൻ പറയുന്നത്? സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്, അതായത് ഒറ്റ സംഖ്യകളുടെ ശ്രേണി. ഒറ്റ സംഖ്യകളുടെ ശ്രേണി ഏതാ? സിമ്പിൾ അല്ലേ? 1, 3, 5, 7, 9 ഇതാണ് സീക്വൻസ്. ഈ സീക്വൻസ് എഴുതിയതിനു ശേഷം ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഏതെങ്കിലും രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് കാണാം. എപ്പോഴും മുന്നേയുള്ള ടേമിനാണ് അതിൻ്റെ പുറകിലുള്ള ടേം നമ്മൾ കുറയ്ക്കേണ്ടത്. അപ്പം നമുക്ക് നോക്കി നോക്കാം, ഓരോ ടേം തമ്മിലുള്ള ഓരോ രണ്ട് കോൺസിക്യൂട്ടീവ് ടേം തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണോ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇതെടുക്കുക, 3 എന്നുള്ള ടേം എടുക്കുക. 3ൻ്റെ തൊട്ട മുന്നിലുള്ള ടേം ഏതാ? 1. 3 - 1 എത്ര കിട്ടി? 2 കിട്ടി. then 5 ഉം 3 തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. 5 - 3 2. then 7 ഉം 5 തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. 7 - 5 2. then 9 and 7 9 - 7 2. അപ്പോൾ ഇവിടെ നമ്മൾ 2 എന്ന് പറഞ്ഞൊരു നമ്പറാണ് ആഡ് ചെയ്ത് പോകുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ സീക്വൻസ് കിട്ടുന്നത്. 2 എന്ന നമ്പർ ആഡ് ചെയ്ത് പോയിട്ടാണ് ഈ ഒരു സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണി നമുക്ക് കിട്ടിയത്. അപ്പം ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അപ്പം എങ്ങനെ നമുക്ക് പറയാം? ദിസ് ഇസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ബിക്കോസ് എന്താ, ദ സീക്വൻസ് ഇസ് ഗോട്ട് ബൈ സ്റ്റാർട്ടിങ് ഫ്രം 1 ആൻഡ് ആഡിങ് എ കോൺസ്റ്റന്റ് നമ്പർ 2 അല്ലേ? അല്ലെങ്കിൽ എങ്ങനെ പറയാം? This is an arithmetic sequence because the difference between two consecutive terms, the difference between any two consecutive terms in the sequence is 2. ഏത് രണ്ട് ടേം എടുക്കുകയാണെങ്കിലും അതിനിടയിലുള്ള കോമൺ ഡിഫറൻസ് എത്രയാ? 2 ആണ്. അപ്പം ഈ സീക്വൻസ് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താ? 2. മനസ്സിലായില്ലേ? നെക്സ്റ്റ് സീക്വൻസ് ഏതാ? സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്, അതായത് ഇരട്ട സംഖ്യകളുടെ ശ്രേണി. നമുക്ക് സീക്വൻസ് എഴുതി നോക്കാം. ഏതാ? സ്റ്റാർട്ടിങ് ഫ്രം എ നമ്പർ 2. 4 6 8 10 12 ഇങ്ങനെയാണ് സീക്വൻസ് പോവുക. ഇനി ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ നോക്കണം. 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഏത് നമ്പർ അവിടെ ആഡ് ചെയ്ത് പോകുന്നത്? 2 അല്ലേ? 2 + 2 4 4 + 2 6 6 + 2 8 8 + 2 10 10 + 2 12. അപ്പം ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ? ആണ്. കാരണം 2 എന്ന നമ്പറിൽ തുടങ്ങി നമ്മളൊരു 2 എന്ന് പറഞ്ഞ നമ്പർ, ഒരു പെർട്ടിക്കുലർ ഒരു കോൺസ്റ്റന്റ് നമ്പറാണ് നമ്മൾ ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ പറയാം? രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണ്. ഏത് രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഡിഫറൻസ് സെയിം ആണ്. നമുക്ക് ആദ്യം ഇത് രണ്ടും എടുക്കുക. എന്താ? 4 - 2 2 ആണ്. നെക്സ്റ്റ് 2 ടേംസ് എടുക്കുക. എങ്ങനെയാ? 6 - 4 2 ആണ്. 8 - 6 2 ആണ്. 10 - 8 2 ആണ്. 12 - 10 2 ആണ്. അപ്പം എന്താ? ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. കാരണം എന്താ? ദ സീക്വൻസ് ഇസ് ഗോട്ട് ബൈ സ്റ്റാർട്ടിങ് ഫ്രം എ നമ്പർ 2 ആൻഡ് ആഡിങ് എ കോൺസ്റ്റന്റ് നമ്പർ 2 റിപ്പീറ്റഡ്ലി. അല്ലെങ്കിൽ എങ്ങനെ പറയാം? this is an arithmetic
sequence because the difference between any two consecutive terms in the sequence is 2. ഏത് രണ്ട് അടുത്തുള്ള സംഖ്യകൾ എടുക്കുകയാണെങ്കിലും അതിൻ്റെ വ്യത്യാസം 2 ആണ്. അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ്. അല്ലെങ്കിൽ എങ്ങനെയാ പറയാം, ഈ ശ്രേണി നമുക്ക് എങ്ങനെ കിട്ടുന്നതാണ്? 2 എന്ന നമ്പറിൽ നിന്ന് തുടങ്ങി 2 എന്ന നമ്പർ തന്നെ ആഡ് ചെയ്ത് കൂട്ടി കിട്ടുന്ന ഒരു ശ്രേണിയാണ് ഇത്. അപ്പോൾ ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്താ? d is equal to 2. അപ്പോൾ തേർഡ് സബ് ക്വസ്റ്റ്യൻ എന്താ? സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ്. അതായത് നമ്മൾ ഒറ്റ സംഖ്യകളെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സിന്റെ സീക്വൻസ്, അത് നമുക്ക് ഫ്രാക്ഷൻ നമ്പേഴ്സ് ആണ് കിട്ടുക, ഭിന്നസംഖ്യകളാണ് കിട്ടുക. അതിനെയാണ് നമ്മൾ എഴുതേണ്ടത്, സീക്വൻസ് ആക്കി എഴുതേണ്ടത്. അപ്പം ആദ്യം ഏതാ നമ്പർ വരിക? 1/2, then 3/2, 5/2, 7/2, 9/2. ഇങ്ങനെ പോകും സീക്വൻസ്. ഇനി ഇത് നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ നോക്കണം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. 3/2 1/2 എടുക്കാം. 3/2 - 1/2 എത്രയാ? 2/2 എന്നുവെച്ചാൽ 1. നെക്സ്റ്റ് ഇതാ ഈ രണ്ട് ടേംസ് എടുക്കാം. 5/2 3/2. 5/2 - 3/2 എത്രയാ? 5 - 3 2. 2/2 = 1. നെക്സ്റ്റ് ഇതാ ഈ രണ്ട് ടേംസ് എടുക്കാം. 7/2 - 5/2. 7 - 5 എത്രയാ? 2. 2/2 = 1. നെക്സ്റ്റ് 9/2 7/2 എടുക്കാം. 9/2 - 7/2 = 2/2 = 1. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് നമ്പർ ആഡ് ചെയ്ത് പോകുന്നത്? 1 ആണ് ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതെന്താ? ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. 1/2 എന്ന നമ്പറിൽ നിന്ന് തുടങ്ങി 1 എന്ന നമ്പർ കൂട്ടി കിട്ടുന്ന ഒരു ശ്രേണിയാണിത്. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഈ ശ്രേണിയിലെ ഏത് രണ്ട് അടുത്തുള്ള സംഖ്യകൾ എടുക്കുകയാണെങ്കിലും അതിൻ്റെ വ്യത്യാസം സെയിം ആണ്. അപ്പോൾ ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണ്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എത്രയാ? d = 1. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഫോർത്ത് സീക്വൻസ് നോക്കാം. സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. അപ്പോൾ സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2 ആണ് ഫോർത്ത് സീക്വൻസ്. അത് നമുക്ക് എഴുതി നോക്കാം. 2ന്റെ പവേഴ്സ് നമ്മൾ സീക്വൻസ് ആയിട്ട് എഴുതാനാണ് പറയുന്നത്. 2ന്റെ പവേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാ? 2^1, 2^2, 2^3, 2^4 ഇങ്ങനെ പോകും. ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിത് നമ്പർ ആക്കി മാറ്റി എഴുതാം. 2^1 എന്ന് പറഞ്ഞാൽ 2. 2^2 എന്ന് പറഞ്ഞാൽ എന്താ? 2 × 2 4. then 2^3 എന്ന് പറഞ്ഞാൽ എന്താ? 2 × 2 എത്രയാ? 8. then 2^4 എന്താ? 8 × 2 വരും. എത്ര? 16 വരും. ഈ സീക്വൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. നമുക്ക് രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസ് എടുത്തിട്ട് അതിന്റെ ഡിഫറൻസ് നോക്കാം. 4 ഉം 2 എടുക്കാം. 4 - 2 2 കിട്ടി. then 8 and 4 എത്രയാ? 8 - 4 4 ആണ് കിട്ടുന്നത്. എല്ലാ രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കണം അരിത്തമാറ്റിക് സീക്വൻസ് ആണെങ്കിൽ. then 16 എടുക്കാം. 16 - 8 എത്രയാ? 8. എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ? അല്ല. ഇവിടെ നമ്മൾ 2 ആണ് ആഡ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ 4 ആണ് ആഡ് ചെയ്യുന്നത്, 8 ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സീക്വൻസ് ആണ്, പക്ഷേ ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. അപ്പോൾ നമുക്ക് എന്താ പറയാം? ദിസ് ഇസ് നോട്ട് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ബിക്കോസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു കോൺസിക്യൂട്ടീവ് ടേംസ് ഇസ് നോട്ട് ദ സെയിം. എങ്ങനെ പറയാം? ഇതൊരു സമാന്തര ശ്രേണിയല്ല. കാരണം ഏത് രണ്ട് സംഖ്യകൾ എടുക്കുകയാണെങ്കിലും അത് തമ്മിലുള്ള അടുത്തുള്ള ഏത് രണ്ട് സംഖ്യകൾ എടുക്കുകയാണെങ്കിലും അത് തമ്മിലുള്ള വ്യത്യാസം സെയിം അല്ല, ഈക്വൽ അല്ല. അതുകൊണ്ട് ഇത് ഒരു സമാന്തര ശ്രേണിയല്ല. അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് നോക്കാം. ഫിഫ്ത്ത് ഏതാ? സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നേഷണൽ നമ്പേഴ്സ്. അതായത് നേഷണൽ നമ്പേഴ്സിലെ എണ്ണസംഖ്യകളുടെ റെസിപ്രോക്കലിനെ വിൽക്രമത്തെ നമ്മൾ സീക്വൻസ് ആക്കി എഴുതാനാണ് പറയുന്നത്. എന്നിട്ട് അത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ നോക്കണം. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഏതാ? 1 അല്ലേ? 1ന്റെ റെസിപ്രോക്കൽ 1/1 1 തന്നെ.
Then next number 2. 2 ന്റെ reciprocal അല്ലെങ്കിൽ വിൽക്രമം 1/2. Then 3 ന്റെ reciprocal 1/3. 4 ന്റെ reciprocal 1/4. 5 ന്റെ reciprocal 1/5. വിൽക്രമം നമ്മൾ തിരിച്ചിടുക. 1/, ആക്കി എഴുതുന്നതിനാണ് വിൽക്രമം എഴുതുക അല്ലെങ്കിൽ reciprocal എഴുതുക എന്ന് പറയുന്നത്. ഇനി ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ നോക്കണം. അപ്പോൾ ഏതെങ്കിലും രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസ് എടുത്തിട്ട് അതിന്റെ ഡിഫറൻസ് രണ്ടെണ്ണം എടുത്തിട്ട് നമ്മളത് സെയിം ആണോ നോക്കണം. അപ്പോൾ ഫസ്റ്റ് ഇത് രണ്ടും എടുക്കാം. 1/2 - 1 എത്രയാ? 1/2. 1/3 - 1/2 എത്രയാ? 1/3 - 1/2. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാം. ഇവിടെ ഇൻറ്റു 2 ചെയ്യാം, ഇവിടെ ഇൻറ്റു 3 ചെയ്യാം. ഇൻറ്റു 2 ഇൻറ്റു 3 is equal to 2 - 3 divided by 6 is equal to -1/6. -1/6 ആണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്. നെക്സ്റ്റ് രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. 1/4 1/3. അപ്പം എന്ത് ചെയ്യാം? 1/4 - 1/3. നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കണ്ടേ കുറയ്ക്കണമെങ്കിൽ. അപ്പോൾ ഇത് ഇൻറ്റു 3 ചെയ്യാം, ഇവിടെ ഇൻറ്റു 4 ചെയ്യാം. അപ്പോൾ അങ്ങനെ 3 - 4 divided by 12 എത്ര കിട്ടുക? -1/12. എത്രയാ? -1/12 ആവില്ല, -1/12. നെക്സ്റ്റ് ഈ രണ്ട് ടേംസ് തമ്മിൽ നോക്കാം. 1/5 1/4. 1/5 - 1/4. ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഡിനോമിനേറ്റർ പറഞ്ഞാൽ ഛേദം സെയിം ആക്കണം. ഇവിടെ ഇൻറ്റു 4 ചെയ്യാം, ഇൻറ്റു 4. ഇവിടെ ഇൻറ്റു 5 ചെയ്യാം, ഇൻറ്റു 5. അപ്പോൾ എത്ര വരും? 4 - 5 divided by 20 equal to -1/20. അപ്പം ഇതെന്താ? ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. കാരണം ആദ്യം നമുക്ക് ഡിഫറൻസ് 1/2 കിട്ടി. പിന്നെ എത്ര കിട്ടിയ? -1/6. അടുത്ത രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എത്ര കിട്ടിയ? -1/12. പിന്നെ എത്ര കിട്ടിയ? -1/20. അപ്പോൾ ഏത് രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇവിടെ സെയിം അല്ല, അതുകൊണ്ട് ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. ദിസ് ഇസ് നോട്ട് an arithmetic sequence. ഇതൊരു സമാന്തര ശ്രേണി അല്ല. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Look at these pictures. If the pattern is continued, do the number of colored squares form an arithmetic sequence? അപ്പോൾ നിങ്ങളോട് ഇവിടെ എന്താ ചോദിക്കുന്നത്? നമുക്കൊരു പാറ്റേൺ കണ്ടില്ലേ? ഈ പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഓരോ സ്ക്വയറിനകത്തുള്ള കളേർഡ് സ്ക്വയേഴ്സ്, ഓരോ സ്ക്വയറിനകത്ത് നിങ്ങൾക്ക് കളേർഡ് സ്ക്വയേഴ്സ് കണ്ടില്ലേ? അതിൻ്റെ എണ്ണം നമ്മൾ സീക്വൻസ് ആക്കി എഴുതുകയാണെങ്കിൽ അതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആവുമോ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പം ഓരോ സമചതുരത്തിൻ്റെ അകത്തും നിറമുള്ള സമചതുരങ്ങളുണ്ട്. ആ നിറമുള്ള സമചതുരത്തിൻ്റെ എണ്ണം നമ്മൾ സീക്വൻസ് ആക്കി എഴുതുന്ന സമയത്ത് അതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സീക്വൻസ് എഴുതി നോക്കാം. ഫസ്റ്റ് സ്ക്വയറിനകത്ത് എത്ര കളേർഡ് സ്ക്വയേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8. Then second സ്ക്വയറിനകത്ത് എത്ര കളേർഡ് സ്ക്വയേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12. Then third സ്ക്വയറിനകത്ത് എത്ര കളേർഡ് സ്ക്വയേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഈ സീക്വൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ഇനി ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 4 എന്ന നമ്പറിൽ ഏഡ് ചെയ്ത് പോകുന്നത് 8 + 4 12 12 + 4 16 അല്ലേ? അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താ? പൊതു വ്യത്യാസം എന്താ? 4. അത് നമുക്ക് വേറെ എങ്ങനെ നോക്കാം? അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണോ നോക്കാം. അപ്പോൾ ആദ്യം ഈ രണ്ട് നമ്പേഴ്സ് എടുക്കാം. 12 - 8 എത്രയാ? 4. 16 - 12 എത്രയാ? 4. അപ്പോൾ എന്താ? ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. This is an arithmetic sequence because the difference between any two consecutive terms in this sequence is same. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? d = 4. ഇതൊരു സമാന്തര ശ്രേണിയാണ്. കാരണം അടുത്തടുത്തുള്ള ഏത് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എടുത്താലും ഒരേ സംഖ്യയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. See the pictures below. ഇവിടെ നിങ്ങൾക്ക് റെക്ടാങ്കിൾസിൻ്റെ ഒരു സീക്വൻസ് ആണ് തന്നത്, അതായത് ചതുരങ്ങളുടെ ശ്രേണി. ഈ ഒരു പാറ്റേൺ ഉപയോഗിച്ചിട്ട് നിങ്ങളോട് കുറച്ച് നമ്പർ സീക്വൻസസ് ഉണ്ടാക്കാനാണ് പറയുന്നത്.
എന്നിട്ട് അത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പം ഏതൊക്കെ നമ്പർ സീക്വൻസസ് ആണ് ഈ പാറ്റേൺ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറഞ്ഞത് നോക്കാം. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് റെക്ടാങ്കിൾ. ഇവിടെ തന്ന ഓരോ റെക്ടാങ്കിളിനകത്തും എത്ര ചെറിയ സ്ക്വയേഴ്സ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. എത്ര സ്മോൾ സ്ക്വയേഴ്സ്, എത്ര ചെറിയ സമചതുരങ്ങൾ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഫസ്റ്റ് പിക്ചർ നോക്കാം. ഫസ്റ്റ് പിക്ചറിൽ എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉള്ളത്? 1, 2. Then second പിക്ചറിൽ എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉള്ളത്? 1, 2, 3, 4. തേർഡ് പിക്ചറിൽ എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉള്ളത്? 1, 2, 3, 4, 5, 6. ഫോർത്ത് പിക്ചറിൽ എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. ഇനി ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഏത് നമ്പറാണ് ആഡ് ചെയ്ത് പോകുന്നത്? 2 + 2 4, 4 + 2 6, 6 + 2 8. ഇവിടെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ് ആഡ് ചെയ്യുന്നത്, 2 ആണ് ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ സീക്വൻസ് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്, കാരണം ഇതിന് കോമൺ ഡിഫറൻസ് ഉണ്ട്. കോമൺ ഡിഫറൻസ് 2 ആണ്. നമ്മൾ ഏത് രണ്ട് സംഖ്യകൾക്കിടയിലുള്ള ഡിഫറൻസ് എടുത്ത് നോക്കിയാലും 2 തന്നെയാണ് വരുന്നത്. 4 - 2 = 2, 6 - 4 = 2, 8 - 6 = 2. അപ്പോൾ എന്താ, ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ദിസ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ഇതൊരു സമാന്തര ശ്രേണിയാണ്, കാരണം ഇതിന് കോമൺ ഡിഫറൻസ് ഉണ്ട്. ഇതിന് എന്തുണ്ട്? പൊതുവ്യത്യാസമുണ്ട്. ഇതിന്റെ പൊതുവ്യത്യാസം എത്രയാ? d. കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം d = 2. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ് ആണ് നിങ്ങളോട് ചോദിക്കുന്നത്. അതായത് ഇവിടെ തന്ന ഓരോ റെക്ടാങ്കിൾസിൻ്റെ അകത്തും ഓരോ റെക്ടാങ്കിളിൻ്റെ അകത്തും എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് റെക്ടാങ്കിൾ എടുക്കുമോ? ഇതിനകത്ത് ലാർജ് സ്ക്വയർ ഉണ്ടോ? ഇല്ല, ലാർജ് സ്ക്വയർ ഇല്ല. കാരണം ഇത് ടോട്ടലായിട്ട് എടുത്താൽ തന്നെ ഇതൊരു റെക്ടാങ്കിൾ ആണ്. അപ്പോൾ ലാർജ് സ്ക്വയേഴ്സ് അതിലില്ല. അപ്പോൾ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഫസ്റ്റത്തെ നമ്പർ ഏതാ വരിക? 0. ഈ പിക്ചറിൽ എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട്? ഒരു ലാർജ് സ്ക്വയറേ ഉള്ളൂ, ഈ ഒന്ന്. ഇതൊരു ലാർജ് സ്ക്വയർ ആണ്. തേർഡ് പിക്ചറിൽ എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട് നോക്കാം. 1 സ്ക്വയർ. ദെൻ 2, ഇതൊരു സമചതുരം. ഇപ്പോൾ 2 സമചതുരങ്ങളുണ്ട് തേർഡ് പിക്ചറിൽ. ദെൻ ഫോർത്ത് പിക്ചറിൽ എത്ര വലിയ സമചതുരങ്ങളുണ്ട് നോക്കാം. എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട് നോക്കാം. എത്രയാ? 1, 2, 3. എത്രയുണ്ട്? 3. ഈ സീക്വൻസ് ഇനി ഇത് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ നോക്കണം. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ് നോക്കാം. ആദ്യം 1ഉം 0 എടുത്ത് നോക്കാം. എത്രയാ? 1 - 0 1. ദെൻ 2 1 എടുത്ത് നോക്കാം. 2 - 1 1. ദെൻ 3 2 എടുത്ത് നോക്കാം. 3 - 2 1. ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഇതൊരു സമാന്തര ശ്രേണിയാണ്. കാരണം എന്താ? ഇതിൻ്റെ പൊതുവ്യത്യാസം 1 ആണ്. ദിസ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ബിക്കോസ് ഇറ്റ് ഹാസ് എ കോമൺ ഡിഫറൻസ് ഓഫ് 1. ഇതൊരു സമാന്തര ശ്രേണിയാണ്, കാരണം ഇതിനൊരു പൊതുവ്യത്യാസമുണ്ട്, അതായത് 1. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താണ്? d = 1. അപ്പോൾ നമുക്ക് തേർഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ. അതായത് ഇവിടെ തന്ന റെക്ടാങ്കിൾസിലെ അതിൻ്റെ അകത്ത് ടോട്ടലായിട്ട് എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്, എത്ര ബിഗ് സ്ക്വയേഴ്സ് ഉണ്ട് എന്നുള്ള ആഡ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അതായത് ഇവിടെ എന്താണ് ഉത്തരത്തിൽ വരിക? നേരത്തെ നമ്മൾ 2 സീക്വൻസസ് എഴുതിയില്ലേ, ആ സീക്വൻസസിലെ ടേംസ് പൊസിഷൻ അനുസരിച്ച് ആഡ് ചെയ്ത് എഴുതിയാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പിക്ചറിൽ നോക്ക്. ഇവിടെ സ്മോൾ സ്ക്വയേഴ്സ് 2 എണ്ണം. നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. സ്മോൾ സ്ക്വയേഴ്സ് 2 എണ്ണം. ബിഗ് സ്ക്വയറോ ഇല്ല, 0. അപ്പം 2 + 0 2. നെക്സ്റ്റ് ഈ പിക്ചറിലോ ഇവിടെ സ്മോൾ സ്ക്വയേഴ്സ് 4 എണ്ണം. ബിഗ് സ്ക്വയർ, ഒരു ബിഗ് സ്ക്വയർ, ഒരു വലിയ സമചതുരമുണ്ട്, 4 ചെറിയ സമചതുരങ്ങളുണ്ട്. അപ്പം 4 + 1 5. ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. ഇവിടെയോ? ഇവിടെ 3 ചെറിയ സമചതുരങ്ങളുണ്ട്. 3
6 ചെറിയ സമചതുരങ്ങളുണ്ട്, 6 സ്മോൾ സ്ക്വയേഴ്സ്, പിന്നെ 2 വലിയ സമചതുരങ്ങളുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര സ്ക്വയേഴ്സ് ഉള്ളത്? 6 + 2 8. ഇവിടെ നോക്കൂ, ഇവിടെ 8 ചെറിയ സമചതുരങ്ങളുണ്ട്, 8 സ്മോൾ സ്ക്വയേഴ്സ് ആണ്. പിന്നെ 3 വലിയ സമചതുരങ്ങളുണ്ട്, 3 വലിയ സമചതുരങ്ങളുണ്ട്, 8 ചെറിയ സമചതുരങ്ങളുണ്ട്. സോ 8 + 3 = 11. ഇനി ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ ഏത് നമ്പർ ആഡ് ചെയ്ത് പോകുന്നത്? കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടു നോക്കാം. 5 - 2 3, then 8 - 5 3, 11 - 8 3. ഇവിടെ നമ്മൾ സെയിം നമ്പറാണ് ആഡ് ചെയ്ത് പോകുന്നത്. 3 എന്ന് പറഞ്ഞ നമ്പറാണ് ഇവിടെ ആഡ് ചെയ്ത് പോകുന്നത്. സോ ദിസ് ഇസ് എൻ അരിത്തമാറ്റിക് സീക്വൻസ് ബിക്കോസ് ഇറ്റ് ഹാസ് എ കോമൺ ഡിഫറൻസ് ഓഫ് 3. ഇതൊരു സമാന്തര ശ്രേണിയാണ്, കാരണം ഇതിന് ഒരു പൊതുവ്യത്യാസമുണ്ട്, അതായത് 3. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? In the staircase shown here, the height of the first step is 10 centimeters and the height of each step after it is 17.5 centimeters. അപ്പോൾ നിങ്ങളോട് എന്താ പറയുന്നത്? ഇവിടെ ഒരു സ്റ്റെയർ കേസ് കാണിച്ചിട്ടുണ്ട്. ഈ സ്റ്റെയർ കേസിൻ്റെ അകത്ത് ആദ്യത്തെ ഒരു സ്റ്റെപ്പില്ലേ, ആദ്യത്തെ ഈ ഒരു സ്റ്റെപ്പ് ഗ്രൗണ്ടിൽ നിന്നും, അതായത് തറയിൽ നിന്നും 10 സെന്റിമീറ്റർ ഉയരത്തിലാണുള്ളത്. അതായത് ഇതിൻ്റെ ഹൈറ്റ് 10 സെന്റിമീറ്റർ, ഉയരം 10 സെന്റിമീറ്റർ. ബാക്കിയുള്ള ഓരോ സ്റ്റെപ്പിൻ്റെയും ഉയരം 17.5 സെന്റിമീറ്റർ. ഇതിൻ്റെ ഉയരം 17.5, 17.5, 17.5, ഇതും 17.5, ഇതും 17.5. ഇത് നിങ്ങളോട് എന്താ ചോദിച്ചു നോക്കാം. How high from the ground would be someone climbing after each step? അപ്പോൾ നിങ്ങളോട് എന്താ ചോദിക്കുന്നത്? ഒരാൾ ഈ സ്റ്റെപ്പ് കയറുകയാണെങ്കിൽ ഓരോ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാലും അയാൾ തറയിൽ നിന്നും എത്ര ഉയരത്തിലായിരിക്കും? അതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. How high from the ground would be someone climbing after each step? ആദ്യത്തെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഈ വ്യക്തി ഗ്രൗണ്ടിൽ നിന്നും എത്ര ഹൈറ്റിലാണോ നോക്കാം. ഇവിടെയല്ലേ ഉണ്ടാവുക, അപ്പോൾ എത്ര ഹൈറ്റ്? 10 സെന്റിമീറ്റർ. രണ്ടാമത്തെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഈ വ്യക്തി ഈ ഹൈറ്റിലാണ് ഉണ്ടാവുക, ഗ്രൗണ്ടിൽ നിന്നും ഇവിടെ ഉണ്ടാവും. അപ്പോൾ എത്ര ഉണ്ടാവും? ഈ 10 സെന്റിമീറ്റർ പ്ലസ് 17.5 എത്ര വരും? 27.5 സെന്റിമീറ്റർ. നെക്സ്റ്റ് വ്യക്തി ഇവിടെ കയറും, അപ്പോൾ എത്ര ഉണ്ടാവും? ഈ 27.5 പ്ലസ് 17.5, ഈ ഒരു 17.5 വരും. അപ്പോൾ എത്ര വരും? 45. നെക്സ്റ്റ് ഇവിടെ എത്തും, അപ്പോൾ എത്ര വരും? ഇവിടം വരെ എത്രയാ? 45. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കോ ഈ 45ൻ്റെ കൂടെ ഒരു 17.5 കൂടി ആഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 62.5. നെക്സ്റ്റ് എന്താ വരിക? ഈ വ്യക്തി ഇവിടെ എത്തും, അപ്പോൾ അതാ ഇവിടെ വരെ എത്തും. അപ്പോൾ എത്ര വരും? 62.5ൻ്റെ കൂടെ ഒരു 17.5 കൂടി ആഡ് ചെയ്യണം. അപ്പോൾ എത്ര വരും? 80. നെക്സ്റ്റ് എന്താ ഇവിടെ എത്തും, ഇവിടെ എത്തുമ്പോൾ എന്താ ഇവിടം വരെ എത്രയാ? 80 ആണ്. അപ്പോൾ ഇവിടം വരെ എത്ര ആയിരിക്കും? അതിൻ്റെ കൂടെ ഒരു 17.5 കൂടി ആഡ് ചെയ്യണം. എത്ര വരും? 97.5. സെന്റിമീറ്റേഴ്സ് എഴുതണേ, എല്ലാത്തിൻ്റെ കൂടെ സെന്റിമീറ്റേഴ്സ് എഴുതണം. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദീസ് നമ്പേഴ്സ് ആസ് എ സീക്വൻസ്. അതായത് ഇവിടെ കിട്ടിയ നമ്പേഴ്സ് ഇല്ലേ, നമ്മൾ സെന്റിമീറ്റേഴ്സ് ആക്കി എഴുതിയ നമ്പേഴ്സ് ഇല്ലേ, അതിനെ ഒരു സീക്വൻസ് ആക്കി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതാ 10, then 27.5, 45, then 62.5, then 80, then 97.5. ഇതാണ് സീക്വൻസ്. ഇന്ന് പറയുന്നത് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്, കാരണം ഇവിടെ നമ്മൾ 17.5 ആണ് ആഡ് ചെയ്ത് പോകുന്നത്. ഓരോ സ്ഥലത്തും 17.5 ആണ് ആഡ് ചെയ്ത് പോകുന്നത്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ്, അതായത് പൊതു വ്യത്യാസമാണ് 17.5.